ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ്. അപ്പം ഇന്ന് നച്ചായിട്ട് ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പം കഴിഞ്ഞ 2 വർഷം, കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷമാകുമ്പോൾ പോകുന്നു. ആ 2 വർഷവും ഞാൻ ബർത്ത്ഡേ ആയിരുന്ന സമയത്ത് നച്ചായിട്ട കേക്ക് മുറിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിഷും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ വിഷും ചെയ്തില്ല. ഈ ദിവസത്തിൻ്റെ ഈ ഒരു ബർത്ത്ഡേ ആണെന്ന് പോലും ഓർമ്മിപ്പിച്ചത് പോലും ഇല്ല. പക്ഷെ നൻസേട്ടന് ചിലപ്പോൾ ഓർമ്മ കാണും. നൻസേട്ടൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമായിരിക്കും, എന്തായിരിക്കും അവള് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ എന്നൊക്കെ ചിന്തിച്ചായിരിക്കും ആൾ രാവിലെ പോയി. അപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം ഗൈസ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു വ്ളോഗിന് വേണ്ടി എടുക്കുന്നതൊന്നുമല്ല. ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അല്ല ചേച്ചി എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പം ഞാനാണെങ്കിലും യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പം ചുമ്മാ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി തുടങ്ങിയൊരു സാധനമായിരുന്നു ഞാനിത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. ഞാനെന്നല്ല, നിങ്ങളാണെങ്കിലും അങ്ങനെ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉണ്ട്. അപ്പോൾ ഞാനും നൻസേട്ടനും ഫാമിലിയൊക്കെ ഒരുപാട് നേരിട്ട് ഇപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ നമുക്കിങ്ങനെ വരുന്ന സന്തോഷങ്ങളൊന്നും ആഘോഷിക്കാതിരിക്കേണ്ടതൊന്നും ആരും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ, എൻ്റെ രീതിയിൽ ഒന്ന് ആളെ സർപ്രൈസ് ആക്കണം. സർപ്രൈസ് ആകുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിന്ന് ശിവൻകോവിൽ അമ്പലമാണ്, അമ്പലത്തിൽ വന്ന് അപ്പോൾ അവിടെ ശിവേലി നടക്കുന്നു. അതിന് ശേഷം നമുക്ക് ഇച്ചിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വരുമ്പം ഈ സർപ്രൈസ് അങ്ങ് പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ എൻഗേജിൽ കയറിയിട്ട് നൻസേട്ടന് ചെറിയ രീതിയിൽ ചെറുതായിട്ടൊരു ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വെയിറ്റിംഗാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. നൻസേട്ടൻ വന്നിട്ടുണ്ട്. അച്ചായിയുടെ കേക്ക് മുറിക്കാൻ പോയില്ലേ? ഹാപ്പി ബർത്ത്ഡേ അല്ലേ അച്ചായിക്ക്? ആണോ? ഹാപ്പി ബർത്ത്ഡേ അച്ചായിയുടെ കേട്ടോ. കേക്ക് മുറിക്കെന്ന് പറ. ഹാപ്പി ബർത്ത്ഡേയാ. അപ്പൊ നന്ദോസിനെ വിളിക്ക്, വരാൻ പറ നന്ദോസിൻ്റെ അടുത്ത്. നന്ദോച്ചേ ഓടി ബാ. നൻസേട്ട ഏതോ ഒരു കോളില്ല, ഇപ്പം വരും. സർപ്രൈസ് ആവുമെന്ന് വെച്ചാൽ എനിക്ക് അതിനകത്ത് വലിയ ധാരണയൊന്നുമില്ല. കാരണം നമുക്ക് എക്സൈറ്റ്മെന്റ് സർപ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിരുന്നു. ആൾക്ക് സർവ്വസാധാരണ, അതുകൊണ്ട് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കൊച്ചു ഞങ്ങളുടെ സന്തോഷം അല്ലേ ലക്കി? അതിലേക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് പൊരിക്കാൻ പോണേ. കൈയടിച്ചേ, നെഞ്ചത്തടിക്കാ, കൈയടിച്ചേ. ഉരുമ്മ അമ്മയ്ക്ക് നന്ദോച്ചനെ വിളിയുന്നു. എന്തുവാണ്? അപ്പൊ നമുക്ക് നേരെ നൻസേട്ടനെ വിളിച്ചിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ, കൈ അടിച്ചേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈ അടിക്ക, എങ്ങനെ കൈ അടിക്കുന്നേ? അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തേ. ഉമ്മ അച്ഛന് കൊടുക്ക, അച്ഛന്. ഓ എനിക്ക് വയ്യ. മുറിക്ക്. പെട്ടെന്ന് മുറിക്കണേ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പിയാ കൊച്ചു, ഹാപ്പിയാ. അയ്യോ ഹായ്, കൊള്ളല്ലേ? ഇത് പൊട്ടിക്കും, അത് കഴിഞ്ഞിട്ട്
ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. ഗായ്സ്, ഇതാണ് ഗായ്സ് നൻസേട്ട സർപ്രൈസ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷനൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ആൾക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പുള്ളിക്ക് വീഡിയോയുടെ മുമ്പിലൊന്നും ഇങ്ങനെ അത്ര റിയാക്ഷനൊന്നും നമ്മൾ ഇടൂല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.